ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഷെയ്ഖാത്ത ഹോം ഷെഫിലേക്ക് സ്വാഗതം. ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് നമ്മുടെ കൂവക്കിഴങ്ങ്. നമ്മുടെ പറമ്പിൽ ഒന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും അറിയില്ല കൂവക്കിഴങ്ങ് എന്താണെന്നോ ഇത് എന്തിന് ഒക്കെ കൊള്ളാമെന്നോ ആർക്കും അറിയില്ല. ഇത് നമുക്ക് പുഴുങ്ങി കഴിക്കുകയും ചെയ്യാം. ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉണക്കി പൊടിച്ചെടുത്ത് അതിൻ്റെ പൊടിയെ കാച്ചിയെടുത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വയറുവേദന, ലൂസ് മോഷൻ അങ്ങനെയുള്ളതിന് കാച്ചി കുടിക്കുകയും ചെയ്യാം. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ആരോ റൂട്ട്, ഇതിൽ നിന്നാണ് ആരോ റൂട്ട് ബിസ്ക്കറ്റിനുള്ള പൊടിയെല്ലാം ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അത്രയ്ക്കും നല്ല ഭയങ്കര ഗുണകരമായ, ശരിക്കും ഇതിലൊരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഭയങ്കര എഫക്റ്റീവാണ്. ശരീരത്തിന് എന്ത് അസുഖമുള്ളവർക്കും കഴിക്കാം. ശരിക്കും ഫൈബർ കണ്ടൻ്റ് ആയതുകൊണ്ട് നല്ല ഉപയോഗമുള്ള സാധനമാണിത്. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി നമ്മൾ കപ്പ പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ തൊലി ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇത് ശരിക്കും തൊലിയോടുകൂടി ഇരിക്കുന്നതാണ്. ഈ തൊലി ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ പുറം ഭാഗത്തെ ഈ സംഭവം ഇത് മൊത്തം ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം പോയി വൃത്തിയാക്കി എടുത്ത് ഇടുന്നതാണ് ഇത്. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഉപ്പും വെള്ളം പാത്രത്തിന് മുകളിലായിട്ട് വെള്ളം വയ്ക്കേണ്ട, കുറച്ച് വെള്ളം, ഒരു ഇത്രയും പുഴുങ്ങിയെടുക്കുന്നതിന് 1 കപ്പ് വെള്ളം മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കാം. നമുക്ക് നമ്മുടെ മൺകലത്തിൽ നമുക്ക് അടുപ്പിൽ വെച്ച് കനലുള്ള നമ്മളെ വിറകടുപ്പിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. കൂവക്കിഴങ്ങ് വേവാനുള്ള വെള്ളം ഞാൻ ഈ മൺകലത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് നമ്മുടെ കൂവക്കിഴങ്ങിടാം. വലിയ കൂവക്കിഴങ്ങ് 2ആയിട്ട് ഒടിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. നമ്മുടെ കൂവക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഇത് നമുക്കെടുക്കാം. നമ്മൾ കൂവക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊപ്പം പുളിയും മുളകും അതില്ലെങ്കിൽ പച്ചമുളകും ഉള്ളിയും ചേർത്തിട്ടുള്ള പുളിയും മുളകും അല്ലെങ്കിൽ വറ്റൽ മുളക് ചേർത്തിട്ടതോ അല്ലാതെ വെറുതെയോ കഴിക്കാൻ ഒരു കട്ടൻ ചായയും കൂടി ചേർത്തിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. ഒരു അടിപൊളി കൂവക്കിഴങ്ങാണ്. നമ്മളെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലും കിട്ടും, അല്ലെങ്കിൽ പുറത്തൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണിത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റിനേക്കാളും ഗുണമാണ് മുന്നിൽ. രണ്ടും ഒന്നിനൊന്ന് വെച്ചത് തന്നെയാണ്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമുള്ളതുമാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.